അങ്ങനെ കുറച്ച് ദിവസത്തിനൊരു ഗ്യാപ്പിനൊക്കെ ശേഷമായിട്ട് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കാം കേട്ടോ. തൃശ്ശൂരിൻ്റെ ഔട്ടറാണ് ഈ പൂങ്കുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് മെയിനായിട്ട് ഇവിടെ നിന്ന് ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിന് കയറി ചൊവ്വറ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടോ. ചൊവ്വറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അങ്കമാലിക്കും ആലുവയ്ക്കും ഇടയിലുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവില്ല റെയിൽവേ സ്റ്റേഷൻ. ഈ പാസിങ് പോണ സമയത്തും ശ്രദ്ധിക്കാൻ ചാൻസ് കുറവാട്ടോ. പക്ഷേ അവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ട്രെയിൻ സ്പോട്ടിങ് കിട്ടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിന്ന് എത്രത്തോളം ട്രെയിനുകൾ കിട്ടുന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ചെറുതായിട്ടൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റേഷൻ കാണിച്ചു തരണം, ആ സ്റ്റേഷനെ പരിചയപ്പെടുത്തി തരാൻ കേട്ടോ. അപ്പോൾ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താ പറയുക ചെറുതായിട്ടൊക്കെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഫ്ലൈറ്റൊക്കെ പോകണ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടം വരെയുള്ള യാത്രയും കൂടെ എന്തായാലും ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്തൊന്നും റെയിൽവേ സ്റ്റേഷനിലധികം ആരും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ നിർത്തുന്ന ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനാണ് കേട്ടോ. ഈ ഗുരുവായൂർ തൃശ്ശൂർ പാസഞ്ചറാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിൻ നമ്പർ എന്നൊക്കെ പറയുന്നത് 56-317 കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഈ ട്രെയിനിൻ്റെ സമയമാകുമ്പോൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ എന്തായാലും ആലുവ, അങ്കമാലി, എന്തായാലും എറണാകുളം ആ സൈഡിലേക്ക് ഇറങ്ങാനുള്ളവരുണ്ടെങ്കിലും കൂടുതലുണ്ടാവും കേട്ടോ. പിന്നെ ചാലക്കുടിയിൽ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങണവരുണ്ട്. പക്ഷേ ഈ ട്രെയിൻ രാവിലെ പോകുന്ന ഈ ട്രെയിൻ നല്ല തിരക്കാട്ടോ. 56-313 അതിന് നല്ല തിരക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഇതിന് ഇത്തിരി തിരക്ക് കുറവാകും. കാരണം ഗുരുവായൂരിൽ നിന്ന് കയറുന്നവരും ഉണ്ടാവും. പിന്നെ തൃശ്ശൂരിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് തിരക്ക് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് സീറ്റ് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് ഈ ട്രെയിനിൽ. ഈ പാസഞ്ചറിന് സ്വതവേ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ പോകുന്ന പാസഞ്ചറിന് നല്ല തിരക്കാട്ടോ. കാരണം ഈ ജോലിക്ക് പോകുന്നവരൊക്കെ യൂഷ്വലി തൃശ്ശൂരിൽ നിന്നാണ് കൂടുതൽ കയറാറ്. പോകുന്ന തൃശ്ശൂരിൽ നിന്ന് നല്ല തിരക്ക് കയറും. പിന്നെ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ട്രെയിനാണ് രാവിലെ ഈ ട്രെയിനിൻ്റെ സർവീസ് കേട്ടോ. പക്ഷേ ഉച്ചത്തെ ഈ ട്രെയിനിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് രാവിലെ തൊഴാൻ പോകുന്നവരൊക്കെ ഉച്ചയ്ക്ക് തൊഴുതിറങ്ങുന്നവർ കൂടുതലും കയറുന്നത് എറണാകുളത്തേക്ക് പോകുന്നവർ കയറുന്ന ഈ ട്രെയിനിലാട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു തിരക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ട്രെയിൻ വരണനുസരിച്ചാണ് പറയാൻ പറ്റുക. രാവിലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്നാൽ രാവിലെ ദിവസങ്ങളിലും ഈ തൊഴുത് വരുന്നവർ കുറേ പേര് ഈ ട്രെയിനിൽ കയറാറുണ്ട് കേട്ടോ. കാരണം രാവിലെയും ഇതേപോലെ തന്നെ തിരക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. പക്ഷേ എന്താ പറയുക രാവിലത്തെയും ഉച്ചത്തെയും ഒക്കെ നമുക്ക് തിരക്കുകൾ അമ്പലത്തിൽ നല്ല തിരക്കുള്ള ദിവസങ്ങൾ ഈ ട്രെയിൻ നോക്കാൻ വേണ്ട കേട്ടോ. കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടോ. പക്ഷേ എന്താ പറയുക ഈ ചെറിയ ചെറിയ സ്റ്റേഷനിലൊക്കെ ഈ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് ഈ ട്രെയിൻ കുറേ പേര് പ്രിഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഇന്ന് നിങ്ങൾക്ക് ഈ സ്റ്റേഷൻ പരിചയപ്പെടുത്തി തരാനാണ് മെയിനായിട്ട് ഇവിടെ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ട്രെയിൻ വരും. ഞാൻ ഇങ്ങനെ ട്രെയിനും കാത്തോടെ ഇരിക്കുകയാണ് സ്റ്റേഷനിൽ. ഈ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൾക്കാർ ടിക്കറ്റ് ഇവിടെ ഫുൾ ടൈം കൗണ്ടറിൽ സ്റ്റാഫ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ട്രെയിനൊക്കെ നമുക്ക് ടിക്കറ്റ് വന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ തൃശ്ശൂർ സ്റ്റേഷനിൽ കേൾക്കുന്ന പോലെ റെഗുലർ അനൗൺസ്മെൻ്റ് അല്ല കേട്ടോ. ഇവിടെ ഈ ട്രെയിൻ ലിമിറ്റഡ് ട്രെയിനുകളല്ല സ്റ്റോപ്പുള്ളൂ. അപ്പോൾ ആ ഒരു ട്രെയിൻ വരുന്ന സമയത്ത് മാത്രമാണ് ഇവർ അനൗൺസ് ചെയ്യുക ഈ ട്രെയിൻ ഇന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ ഇവിടെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നീങ്ങാറ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ട്രെയിൻ വരുന്ന സമയത്ത് വന്ന് ടിക്കറ്റ് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആട്ടോ നമുക്ക് ഈ നിങ്ങൾക്ക് കാണുന്നില്ല ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിലാട്ടോ ഒരു കൗണ്ടർ വരുന്നത്. ആ സ്റ്റെപ്പ് പോലെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ തന്നെ നിങ്ങൾക്ക് റിസർവേഷൻ സൗകര്യങ്ങൾ ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ദൂരയാത്രയ്ക്കൊക്കെ റിസർവേഷൻ വന്ന് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും വന്ന് ചെയ്യാം. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ചെയ്യാനുള്ള പരിമിതികളുണ്ട് കേട്ടോ. ഇവിടെ എല്ലായിടത്തും വന്ന് നമുക്ക് ചെയ്യാം. പരിമിതിയല്ല ഇവിടെ വന്ന് ചെയ്യാം കേട്ടോ. പരിമിതികളല്ല ഇവിടെ നമുക്ക് ഇവിടെയും ബുക്ക് ചെയ്യാം, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലും ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് 56-317 ഇപ്പോൾ കയറി വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ കയറിയിട്ട് കാണാം. നമ്മുടെ ട്രെയിൻ ഇതേ വരാം കേട്ടോ. WAP4 തന്നെയാണ്. അറക്കോണം ഷെഡിൻ്റെ WAP4 തന്നെയാട്ടോ വരുന്നത്. 22-517 നമ്മുടെ ലോക്കൽ നമ്പർ കേട്ടോ. അപ്പോൾ നമ്മുടെ 56-317 ട്രെയിൻ ഇതാ വരികയാണ്. കണ്ടിട്ട് നല്ല തിരക്കുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ കയറിയിട്ട് കാണാം. ഉദ്ദേശിച്ച പോലെ അല്ല കേട്ടോ. നല്ല തിരക്കുണ്ട് ട്രെയിനിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഡിപ്പെൻസാണ് അമ്പലത്തിൽ തിരക്കനുസരിച്ചിട്ടാണ് ട്രെയിനിൽ തിരക്ക് വരിക എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നല്ല തിരക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്കെന്തായാലും ചൊവ്വറയാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ തൃശ്ശൂർ എത്തിയപ്പോൾ ഒരു മെജോറിറ്റി ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിനുള്ള തിരക്കൊക്കെ തിരിച്ച് തന്നെ എന്തായാലും ഇവിടെ കയറും. അപ്പോൾ എനിക്കൊരു വിൻഡോ സൈഡൊക്കെ കിട്ടി. കയറിയപ്പോൾ എനിക്ക് ആദ്യം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് തരാൻ കാണിച്ചു തരാൻ പറ്റിയില്ല. കാരണം നേരെ കയറിയപ്പോൾ തന്നെ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കയറി ഇരിക്കുകയാണ്. നമുക്കൊരു 1 മണിക്കൂർ 3:15 ആകുമ്പോഴേക്കും നമ്മൾ ചൊവ്വറ എത്തും. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുക കേട്ടോ തൃശ്ശൂരിൽ നിന്ന്. ഇവിടെ ഏകദേശം ഒരു 2 മിനിറ്റ് ഹോൾട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ എടുത്ത് വഴിക്കാൻ ആരോ ചെയിൻ വലിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനിയിപ്പോൾ വിട്ട് കഴിഞ്ഞാൽ നമുക്കിനി സ്റ്റോപ്പുകളുള്ളത് ഒല്ലൂർ, പുതുക്കാട്, അതുപോലെ തന്നെ നെല്ലായി, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, ഡിവൈൻ നഗർ, കറുകുറ്റി, കൊരട്ടി, കറുകുറ്റി, അങ്കമാലി കഴിഞ്ഞാലായിട്ട് നമ്മൾ ഇറങ്ങുക ചൊവ്വറയിൽ. അപ്പോൾ അത്യാവശ്യം സ്റ്റോപ്പുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനായിട്ട്.
നല്ല പണി കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു ചെറിയൊരു പരിമിതി ഉണ്ട് കേട്ടോ. നല്ല മഴയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒല്ലൂർ എത്തിയിട്ടുണ്ട്. ഒല്ലൂർ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറാണ്. അപ്പോൾ മഴ കുറയണനുസരിച്ച് ഞാൻ ബാക്കിയുള്ള ഷൂട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും കുറച്ച് സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ മഴ കുറയുന്നു വിശ്വസിക്കുന്നുണ്ട്. ഞാൻ മാക്സിമം എങ്ങനെ നമുക്ക് യാത്ര ഷൂട്ട് ചെയ്ത് തീർക്കാൻ പറ്റും ഞാൻ അങ്ങനെ അവിടെ എത്ര വരെയുള്ള ഞാൻ ക്ലിപ്പ് ബൈറ്റ്സ് എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒല്ലൂർ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് കോണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോകുന്നത് തിരുവനന്തപുരം യോഗനഗരി ഋഷികേശ് വീക്കിലി എക്സ്പ്രസ് ആട്ടോ. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് യോഗനഗരി പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഓടുന്ന ഒരു ട്രെയിൻ ആട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് ഒല്ലൂർ വെച്ച് ക്രോസിങ് കിട്ടിയിരിക്കുകയാണ്. ഒല്ലൂരിൽ ഇപ്പോൾ സമയം ഒരു 2:15 ആകുമ്പോഴേക്കും ഇത് ഒല്ലൂർ എത്തിയിരിക്കാം കേട്ടോ. അപ്പോൾ 2:20 ആകുമ്പോഴേക്കും തൃശ്ശൂർ കയറും. ഇത് 2:30 അടുപ്പിച്ച തൃശ്ശൂർ കയറേണ്ട ട്രെയിനാണ്. മഴയത്തുള്ളൊരു യാത്ര വേറെ എക്സലൻസ് യാത്ര തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഒല്ലൂർ കഴിഞ്ഞ് പുതുക്കാട് സ്റ്റച്ചിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫ്രണ്ടിൽ തന്നെയായിട്ട് ഉള്ളത്, ലോക്കോടെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഒന്ന് നിങ്ങൾ കാണാം, നല്ല മഴ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഷൂട്ട് ചെയ്യാനും പറ്റുള്ളൂ. നമ്മളെ പുതുക്കാടൊക്കെ എത്തിയപ്പോൾ മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പുതുക്കാട് വന്ന് കയറാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്റ്റോപ്പിലും നമുക്ക് നിർത്തും കേട്ടോ. കാരണം ഇത് കഴിഞ്ഞാൽ നമുക്ക് നെല്ലായി ഒരു സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇരിഞ്ഞാലക്കുട അങ്ങനെയാണ് നമ്മൾ നിർത്തിയിട്ട് നമ്മളൊരു 3:20 3:30 മാർക്കിനൊക്കെ ആവും നമ്മൾ ചെന്ന് കയറാൻ. വഴിയിലിപ്പോൾ പിടിച്ചിട്ടുള്ളോ തേപ്പോ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഈ സ്റ്റേഷനിന് മുന്നേ വന്നിട്ട് ട്രെയിൻ സ്പോട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിന് നല്ലോണം മെയിൻ ലൈൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ ലൂപ്പ് കയറിയാണ്, നമ്മൾ മെയിനിൽ നിന്ന് നേരെ ലൂപ്പ് കയറിയാണ് നമ്മൾ സ്റ്റേഷനിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റേഷനുള്ളത് 2 ലൂപ്പ് ലൈനിലാണ്. അതിൻ്റെ നടുക്ക് പറഞ്ഞ 2 മെയിൻ ലൈൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പതുക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. ഈ സ്റ്റേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കാണാം കേട്ടോ, ചെക്ക് ചെയ്യാം. പുതുക്കാട് ഞാൻ ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ നടത്തിപ്പോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഫർദറായിട്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസുകളും ഇവിടെ എങ്ങനെയാണ് ഈ സ്റ്റേഷൻ്റെ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇപ്പോൾ വന്ന് കയറുകയാണ്. അപ്പോൾ പുതുക്കാടിൽ നിന്ന് എടുത്തിട്ട് നമ്മളെ മെയിൻ ലൈനിലോട്ട് കയറാം കേട്ടോ. അപ്പോൾ ലൂപ്പിൽ നിന്ന് ഇങ്ങനെ ട്രെയിൻ വളഞ്ഞ് മെയിനിലോട്ട് കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ്. ഈ പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് ഈ ഒരു ഫ്രെയിമിലും കൂടെ അത് കാണുമ്പോൾ നല്ല അടിപൊളി, ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. നേത്രാവതിയായിട്ടൊക്കെ പോയത് മഴ കാരണം എനിക്ക് പുറത്തുനിന്ന് മൊത്തമായിട്ട് കാണിക്കാൻ പറ്റാത്ത കേട്ടോ. നേത്രാവതി എക്സ്പ്രസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കൊരട്ടിക്കാർ കുറ്റി കഴിഞ്ഞു. അത് ഇത്ര നല്ല ഫാസ്റ്റിലൊക്കെ പോയേക്കാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഒരു 3:15 ആകുമ്പോഴേക്കും അടുപ്പിച്ച് തൃശ്ശൂർ എത്തും. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്കമാലി എത്താൻ നേരത്ത് മഴയൊന്നും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിപ്പോൾ അങ്കമാലി സ്റ്റേഷൻ വന്ന് കയറണം. അപ്പോൾ അടുത്ത നമ്മുടെ ചൊവ്വരയാവും. അപ്പോൾ ചൊവ്വരയിൽ ഇറങ്ങിയിട്ട് നമുക്ക് എത്രത്തോളം സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം കേട്ടോ. മഴ ഇപ്പോൾ ലിറ്ററലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് കുറച്ച് കുറവുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ആശ്വാസമാണ്. ഞാനെന്തായാലും അധികം നേരം ഒന്നുമില്ല കേട്ടോ. ഈ മഴയത്ത് ഷൂട്ട് ചെയ്യാനുള്ള പരിമിതികളും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ടൊന്നും അതൊക്കെ തീരുമാനിച്ചിട്ട് അവിടെ ഇറങ്ങിയിട്ട് പതുക്കെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത സ്റ്റേഷൻ നമ്മുടെ ചോറ് തന്നെയാണ്. അങ്കമാലി SSP കഴിഞ്ഞ് നമ്മളിത് കയറാണ് അങ്കമാലി സ്റ്റേഷൻ. അപ്പോൾ അവിടെ ഒരു WAG5 വെച്ചിട്ടൊരു ഡബിൾ ട്വിൻസ് വെച്ചിട്ടൊരു ഫ്ലൈറ്റ് നിൽക്കുന്നുണ്ട്. നമ്മുടെ ലോക്കോ ജസ്റ്റ്
കറക്റ്റ് ഫ്രണ്ടിൽ കാണാൻ പറ്റും കേട്ടോ. അമ്മായി ഇതിലാണ് നമ്മൾ കയറി നിന്നിട്ടുള്ളത്, ഫ്രണ്ടിലായിട്ട് തന്നെ. ഒരു 3:13 ആകുമ്പോഴേക്കും നമ്മൾ അങ്കമാലി എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ചോറ് എത്തേണ്ട സമയമാണ്. അപ്പോൾ ഒരു ചോറ് അടുത്ത സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് ചോറ് എത്തും. അപ്പോൾ അതന്നെ ഒരു ലേറ്റ് ഉള്ളൂ, ഒരു 15 മിനിറ്റ് ലേറ്റ് ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് അങ്കമാലിയിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. 3:15 ചോറ് എത്തേണ്ട ട്രെയിനാണ്. അപ്പോൾ അത് മഴ കാരണം കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ ഓടിയിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഡിലേസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തേക്ക് നമ്മൾ ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും ഈ ട്രെയിനിന് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു 3-4 സ്റ്റോപ്പ് കൂടെ ഉണ്ട് കേട്ടോ. ആലുവ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എടപ്പള്ളി കഴിഞ്ഞാൽ കളമശ്ശേരി ചിലപ്പോൾ നിർത്തുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. എടപ്പള്ളി എന്തായാലും സ്റ്റോപ്പുണ്ട്. എടപ്പള്ളി കഴിഞ്ഞാൽ നോർത്ത് പിന്നെ സൗത്ത് കേട്ടോ. മഴ അത്യാവശ്യം ഒന്ന് ചുറ്റിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് ചുറ്റിച്ചു. എനിക്ക് ആ ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സ്ട്രെച്ച് കുറച്ച് ഷൂട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം മാക്സിമം മഴ എത്തിയാൻ പറ്റാവുന്ന രീതിക്കൊക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനും നമുക്കൊരു പരിമിതി ഉണ്ടായി, കാരണം അത്രയും മഴയായിരുന്നു. ഇന്ന് ഒരു യെല്ലോ അലേർട്ടൊക്കെയാണൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ ചോര ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അത്യാവശ്യം ട്രെയിനുകളുണ്ട്. അപ്പോൾ ആ ഒരു പരിമിതിയിൽ നമുക്ക് നല്ലോണം ഷൂട്ട് ചെയ്യാം. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഴയത്തൊരു ട്രെയിൻ സ്പോട്ടിങ് ആവും. പക്ഷേ അത് എത്രത്തോളം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലാണ് മഴയെ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം രീതിക്ക് എടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നിന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വണ്ടി പതുക്കെ ഒന്ന് സ്പീഡ് എടുത്ത് തുടങ്ങിയിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ മെയിൻ ലൈനിൽ കയറി അങ്കമാലി ചാടി നമ്മൾ മെയിൻ കയറി ഇപ്പോൾ സ്പീഡ് എടുത്ത് തുടങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങും. ഇപ്പോൾ സിഗ്നലും ക്ലീനാണ്, നമുക്ക് ക്ലീൻ തന്നെയാണ്. അപ്പോൾ നമ്മളത് ഇപ്പോൾ നല്ല പടപടച്ച് തന്നെ പോകാൻ പോണത്. ട്രെയിനും എയർപോർട്ടും നമുക്ക് ഒരു ഫ്രെയിമിൽ കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വേഗം ഓടി നിൽക്കുന്നത് എയർപോർട്ട് കാണാൻ പല അടിപൊളി ഭംഗിയാണ്. അതേപോലെ ഫ്ലൈറ്റ് അവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മൾ ആ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടോണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒരേ ഫ്രെയിമിലല്ലേ നമ്മുടെ പാസഞ്ചറും നമ്മുടെ നാഷണൽ എയർപോർട്ടും. ഇവിടെ 2 ഫ്ലൈറ്റ് അടുത്തടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റാണ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പോകുന്നത്. അതന്നെ കേട്ടോ, ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിനാണ് പോകുന്നത് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട്. ഇവിടെ എന്താ പറയുക, വണ്ടിയൊക്കെ മറ്റേ ലൈറ്റൊക്കെ ഇട്ട് വെച്ച് കാണാൻ നല്ല അടിപൊളിയാണ്. രാത്രി വന്ന് ഞാൻ പ്രത്യേകിച്ച് എയർപോർട്ട് അടിപൊളി ഭംഗിയാട്ടോ കാണാൻ. അങ്ങനെ നമ്മളിത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനായ ചൊവ്വ എത്താൻ പോകാട്ടോ. നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്റ്റേഷനാണിത്. ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുരുവായൂർ പാസഞ്ചർ 2 മിനിറ്റ് ഹോൾട്ടിന് ശേഷം ചോറ സ്റ്റേഷനിൽ നിന്ന് എടുത്ത് പോയിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിനി എന്തായാലും ഇവിടെ കുറച്ച് നേരം കാണും. നിങ്ങൾക്ക് ആ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇവിടുത്തെ തിരക്കൊന്ന് കുറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. ഇവിടുത്തെ ഇപ്പോൾ നല്ല തിരക്കാട്ടോ ഇവിടെ ഫ്രണ്ടിലൊക്കെ. അപ്പോൾ അതിന് നമുക്കൊന്ന് കാമൊക്കെ ആയിട്ട് നമുക്കൊരു ശാന്തമൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റേഷൻ മൊത്തം ഒന്ന് കാണാം. ഇവിടെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാനൊക്കെ നല്ല അടിപൊളി വഴിയാട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടിട്ട് നമുക്ക് പതുക്കെ ട്രെയിൻ സ്പോട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോവാം. നമുക്ക് ആദ്യം തന്നെ ഇവിടെ വന്ന വഴിക്ക് തന്നെ നമുക്ക് മെമു കിട്ടിയിരിക്കാം കേട്ടോ. എറണാകുളം ജംഗ്ഷൻ, പാലക്കാട് ജംഗ്ഷൻ മെമു ഇവിടെ ചൊവ്വറയിൽ വന്നിപ്പോൾ നിർത്തും കേട്ടോ. അപ്പോൾ അതിതേ ചൊവ്വറ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിൻ തന്നെയാണ് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് നല്ല മെമുയുടെ ഒപ്പം തന്നെ നമുക്കിത് ഫ്ലൈറ്റ് അവിടെ പോണ കാണാം കേട്ടോ.
അപ്പോൾ ഫ്ലൈറ്റും മെമ്മും കൂടെ നമുക്ക് ഒരു ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൊവ്വര സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കയറാണ്. ഇപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റോപ്പുള്ള ട്രെയിനാട്ടോ. സംഭവം നല്ല തിരക്കാണ് ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. ഫുള്ളാട്ടോ, എന്താ പറയുക, നിൽക്കാൻ പോലും അവിടെ സ്ഥലമില്ല കേട്ടോ ആൾക്കാർക്ക്. ഇപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ ഇറങ്ങും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെമ്മു സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഗൈസ്, കാരണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറ്റ് എ ടൈം ട്രെയിനും ഫ്ലൈറ്റും ഒരുമിച്ചൊക്കെ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ മെമ്മു കിട്ടിയ പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഈ സ്റ്റേഷനിൽ ഒരു മണിക്കൂർ നിൽക്കാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ. 1 മണിക്കൂറിന് മേലെ നിൽക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ വഴി എന്നുള്ളതൊക്കെ ഞങ്ങൾ കാണിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റേഷൻ എങ്ങനെയാണെന്നുള്ള പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റേഷൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി ട്രെയിനുകളൊക്കെ ഇവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എൻഡിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ വരണതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോയി നിൽക്കാം, അതാവും നല്ലത്. ഇപ്പോൾ നോക്കിയിടത്തോളം നമുക്ക് കൂടുതൽ ട്രെയിനുകൾ വരുന്നത് തൃശ്ശൂർ സൈഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ അവിടെ തന്നെ നിൽക്കുകയാണ് സ്പോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ 2 സ്റ്റെപ്പുകളുണ്ട് കേട്ടോ, അപ്പുറത്ത് ഇപ്പുറത്തായിട്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡിലോട്ട് അങ്ങനെ കയറാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ എൻട്രൻസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഈ ഇറങ്ങേണ്ട സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ട്രെയിൻ സ്പോട്ട് ചെയ്യാനായിട്ട് സെക്കൻഡിലേക്ക് ഒന്ന് കയറട്ടെ. സെക്കൻഡ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇതാണ് ഒരു എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തോട്ട് ഞാൻ എൻട്രൻസ് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻട്രൻസിനിടയിൽ ഒരു ചെറിയൊരു ടിക്കറ്റ് കൗണ്ടറാണ് നമുക്ക് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന ചേട്ടനാട്ടോ ഇവിടെ ടിക്കറ്റ് കൊടുക്കണേ. ഈ ചേട്ടൻ ഇവിടെ ട്രെയിനിൽ സ്റ്റോപ്പുള്ള സമയത്ത് വരും. അത് കഴിഞ്ഞാൽ അപ്പം ഈ ചേട്ടൻ തിരിച്ചു പോട്ടോ. ആ തിരിച്ചു പോകും ഇവിടെ നിൽക്കുമോ എന്നുള്ളത് അറിയില്ല. ചേട്ടൻ നിൽക്കുന്നതാണ്, പക്ഷേ ടിക്കറ്റ് ആ സമയത്ത് മാത്രമേ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പം നമുക്കങ്ങനെ ഓരോ ട്രെയിനുകളായിട്ട് കിട്ടി തുടങ്ങിയിരിക്കുക കേട്ടോ. നമുക്ക് മെമ്മൂടെ ബാക്കിൽ തന്നെ ഇപ്പോൾ അടുത്ത ട്രെയിൻ നമുക്ക് വന്നിരിക്കുക കേട്ടോ. ഇവിടെ നല്ല സ്പീഡിൽ സ്കിപ്പ് ചെയ്യുള്ളൂ, അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഇവിടെ നേത്രാവതി ആട്ടോ പോകുന്നത്. നേത്രാവതി എക്സ്പ്രസ് ആണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ സ്റ്റേഷനിലെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ സമയം തന്നെ ട്രെയിനും പിന്നെ ഫ്ലൈറ്റും കൂടെ ഒരുമിച്ച് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ചൊവ്വര സ്റ്റേഷനിൽ നിന്ന് അടുത്ത എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ അടുത്ത ഫ്ലൈറ്റ് പോയിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ട്രെയിൻ പ്ലസ് ഒരു ഫ്ലൈറ്റ് സ്പോട്ടിങ്ങും കൂടെ ഒരുമിച്ച് നമുക്കിവിടെ കിട്ടിയിരിക്കുകയാണ്. മെയിനായിട്ട് ഈ സ്റ്റേഷൻ്റെ ഒരു ഇത് കാണിക്കാനാണ് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ മുമ്പിലോട്ട് നടന്ന സ്റ്റേഷൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഞാൻ ഈ സ്റ്റേഷൻ്റെ ഈ സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ഞാനിപ്പോൾ സെക്കൻഡിലോട്ട് പോവാം കേട്ടോ. സെക്കൻഡിലോട്ട് പോകാനുള്ളൊരു ഭാഗമാണ് ഇത്. വേറെ വഴികളുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് അവിടേക്ക് കയറുമ്പോൾ കാണിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് നേരെ നമ്മൾ കയറുന്നത് ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്കാട്ടോ. അപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ കാണുന്നതാണ് സെക്കൻഡ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചൊവ്വര എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ മൂന്ന് വഴിയായിട്ട് ഫസ്റ്റിലോട്ട് കിടക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗമൊക്കെ ചെന്ന് അവിടെ നിന്ന് കാണാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. തിരുവനന്തപുരം ന്യൂഡൽഹി കേരള സൂപ്പർ ഫാസ്റ്റ് ആണ് ഇപ്പോൾ പോയത്. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇപ്പം അതേ സമയത്ത് തന്നെ അപ്പുറത്തൊരു ട്രെയിനും വരുന്നുണ്ടോ, അത് നമുക്ക് നോക്കാം. അടുത്ത ട്രെയിനും വരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് ഇപ്പോൾ കുറച്ച് സ്പോട്ടിങ് കിട്ടിയിട്ടുണ്ട്. അടുപ്പിച്ചുള്ള സ്പോട്ടിങ് ആട്ടോ നമുക്ക്. ഇത് ഇന്റർസിറ്റി ആട്ടോ വരുന്നത്, അല്ല ജനശതാബ്ദിയാണ്. 12076 തിരുവനന്തപുരം കോഴിക്കോട്. പക്ഷെ കോഴിക്കോട് തിരുവനന്തപുരം കേട്ടോ, തെറ്റിപ്പോയി. 120/75 ആട്ടോ ജനശതാബ്ദിയാണ് പോകുന്നത്. അപ്പം അതിൻ്റെ സ്പോട്ടിങ് കൂടെ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ചൊവ്വറയിൽ തന്നെ. വേണാട് എക്സ്പ്രസ് വരുന്നുണ്ടോ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കറക്റ്റ് സമയത്ത് തന്നെ തോന്നുന്നുണ്ട് വരുന്നത്. കയറി വരുന്നത് കറക്റ്റ് സമയത്ത് തന്നെ തോന്നുന്നുണ്ട് വേണാടും. ആ ഇതിലേക്ക് തിരിഞ്ഞു പോകണതാണ് നല്ല രസമാട്ടോ വേണാട് പോണത് കാണാൻ.
അപ്പോൾ ഞാനുള്ളത് ഈ ഒരു സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ 3 വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് കയറാൻ. നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൂടെ കയറിയിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങണത്. നിങ്ങൾക്ക് ഇവിടെ ചൊവ്വറ ബോർഡ് കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അപ്പുറത്തോട്ട് കയറാം കേട്ടോ. ഈ ഒരു ട്രാക്ക് സൈഡ് നിങ്ങൾക്ക് അവിടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. അവിടെ 2 സ്റ്റെപ്സ് കാണാമല്ലേ, അപ്പോൾ 2 സ്റ്റെപ്സ് കൂടെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. ഇത് നമ്മൾ നേരെ തിരിച്ച് വന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിലോട്ട് തന്നെ ഇങ്ങനെ കയറാം കേട്ടോ. അപ്പോൾ അതെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ കാര്യം കൊണ്ടൊന്ന് കാണിച്ചാണെന്ന് തോന്നിട്ടോ. ഇവിടെ ഈ പോയിന്ന് വരുന്ന ട്രെയിനുകളുടെ സമയങ്ങളും പിന്നെ ഫയറുകളാട്ടോ ഇട്ടിരിക്കണത്. നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ നിർത്തുന്ന ട്രെയിനുകളൊക്കെ. ഇതൊക്കെ 06438 എന്നൊക്കെ പറയണത് മറ്റേ കോവിഡിൻ്റെ സമയത്തുള്ള ട്രെയിനുകളുടെ നമ്പറുകളായിരുന്നു കേട്ടോ. അതിപ്പോൾ മാറിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതിപ്പോൾ നമ്പറൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാട്ടോ ഇവിടെ നിർത്തുന്ന ട്രെയിനുകൾ. അപ്പോൾ അതിൻ്റെ സമയങ്ങളും പിന്നെന്താ പറയുക, പിന്നെ ഫെയറുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എടപ്പള്ളി ആണെങ്കിൽ 30, എറണാകുളത്തേക്കാണെങ്കിൽ 30, തൃശ്ശൂർ 35, ഷൊർണൂർ 45, ഗുരുവായൂർ 45, പാലക്കാട് 60 കേട്ടോ. മെമ്മു പാലക്കാടിൻ്റെ റേറ്റ് ആട്ടോ ഇട്ടേക്കണത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും സ്റ്റേഷൻ മാസ്റ്റർ വരും, ടിക്കറ്റ് കൊടുക്കുന്ന ആൾ വരും. എന്നിട്ട് ആ ചേട്ടനാണ് നമുക്ക് ടിക്കറ്റ് തരിക. ആ ചേട്ടൻ ഒരു അരമണിക്കൂർ 25 മിനിറ്റ് മുന്നേ ഒക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റേഷനിൽ നടന്നു പോകുന്ന പരിപാടികൾ. നമ്മളിപ്പോൾ സ്റ്റേഷൻ്റെ എക്സിറ്റിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇത് കൂടെ അങ്ങോട്ട് തിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റേഷൻ്റെ എക്സിറ്റായി. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നാണ് ആലുവയ്ക്കുള്ള ബസ് എന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് പതുക്കെ ഇറങ്ങാണ്. ഇത് തന്നെയാണ് കേട്ടോ സ്റ്റേഷൻ്റെ എക്സിറ്റ് വരുന്നത്. അപ്പോൾ ഇതന്നെയാണ് സ്റ്റേഷൻ ബിൽഡിംഗ് എന്ന് പറയേണ്ടത്. ഒരു ചെറിയൊരു ബിൽഡിംഗ് തന്നെ കേട്ടോ, വലിയൊരു ഇതിലൊന്നും പറയല്ലേ നമുക്ക് സ്റ്റേഷൻ. ഇത് തന്നെയാണ് സ്റ്റേഷൻ്റെ ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് നേരെ വന്ന് കയറുന്ന ഒരു സ്റ്റേഷനാട്ടോ ചൊവ്വറ സ്റ്റേഷൻ എന്ന് പറയണത്. അപ്പോൾ ഇനി എനിക്ക് ബസ് കയറേണ്ടത് ഇതാട്ടോ. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. ചൊവ്വറാന്ന് എഴുതിയിട്ടുള്ള ബോർഡ് കണ്ടില്ലേ. അപ്പോൾ ഇനി എനിക്ക് ഇവിടെ നിന്ന് ബസ് കുറച്ച് മുമ്പിലോട്ട് നടക്കണം എന്നാണ് പറഞ്ഞ കേട്ടോ. അപ്പോൾ നമ്മളിതേ മുമ്പിലേക്ക് പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ തിരിച്ച് ബാക്ക് ടു തൃശ്ശൂരാണ് കേട്ടോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ബിൽഡിംഗ്. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ പാസഞ്ചറുകൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല അടിപൊളി മഴയത്ത് കേട്ടോ. മഴയത്ത് കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെ നമ്മൾ നേരെ ഒരു 3:20 ആകുമ്പോൾ നമ്മൾ ചൊവ്വറ വന്നിറങ്ങി കേട്ടോ. ചൊവ്വറ വന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ആദ്യം മെമു കിട്ടി. അപ്പോൾ നമുക്ക് മെമു ഓടിപ്പോയിട്ട് സ്പോട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കിട്ടി കേട്ടോ. പിന്നെ നമുക്ക് പൂനെ കന്യാകുമാരി കിട്ടി, പിന്നെ നമുക്ക് ഏറനാട് കിട്ടി. അങ്ങനത്തെ കുറച്ച് ട്രെയിനുകളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റേഷൻ പരിചയപ്പെടുത്തി തരാനും പിന്നെ ഈ ഒരു ആലുവ അങ്കമാലിയുടെ ഒരു ചെറിയ സ്റ്റേഷനല്ലേ, അതുകൊണ്ട് കുറച്ച് പേരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോകാം കേട്ടോ. പ്രത്യേകിച്ച് റെയിൽ ഫാൻസിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേഷനിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരമൊക്കെ ഉള്ളൊരു സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ഇതിപ്പോൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അത് എന്തായാലും നിർബന്ധമാണ്. അതാണ് എനിക്ക് അടുത്ത വീഡിയോ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത എവിടേക്കൊക്കെ പോകാമെന്നുള്ള ഒരു കിട്ടാനുള്ളൊരു പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. പാക്കലാം ഗൈസ്, ബൈ.